ഭക്ഷണത്തില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പഴങ്ങള് ഇത് കട്ട് ചെയ്തു കിട്ടും. പക്ഷെ ഒരു വെറൈറ്റി ടൈപ്പ് എന്താ പേരൊന്നും എനിക്കറിയില്ല. ഗോവയിൽ നിന്ന് വാങ്ങിയത്. ഒന്നും കൂടെ കട്ട് ചെയ്യണം. ഇതില് സാത്വിക ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫ്രൂട്ട്സ് ഒരു നേരം നിർബന്ധമുണ്ട്. രാവിലെ ഫസ്റ്റ് ഭക്ഷണം ഇത് പഴം. പിന്നെ സാത്വികത എന്ന് പറയുന്ന ഭക്ഷണം, താമസം, രാജസം, ഇത്രയും സംഭവങ്ങൾ ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ ഞാൻ ഇന്നലെ ഗോവയിലാണ്. അപ്പൊ ഞാൻ ഗോവേന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. എഡിറ്റ് ചെയ്തിട്ടില്ല. കുറച്ച് പണിയുണ്ട്. കാരണം ഒന്നാമത് വൈഫൈ കിട്ടണം. അപ്പൊ ഇന്നലെ ഞാൻ ഇവിടെ ഇങ്ങനെ കുറെ തപ്പി നടന്ന് കുറച്ച് മെനക്കെട് ഉണ്ടായിരുന്നു. ഗോവയുടെ വീഡിയോസ് എങ്ങനെ ഒരു കുറച്ചായിട്ട് ഇടാന്ന് വിചാരിക്കുന്നു. പിന്നെ ഒന്നും കൂടെ മാറണം. ഈ റൂം സെറ്റ് ആവണില്ല. കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. ഇതെന്താ പറയാ, പപ്പായ. നമ്മുടെ നാട്ടില് പപ്പായ എന്നൊക്കെ പറഞ്ഞ കർമൂസി, പപ്പായ അങ്ങനെയൊക്കെയല്ലേ പറയാം. രാവിലത്തെ എന്റെ സാത്വിക ഭക്ഷണമാണ് കേട്ടോ. ഇതൊക്കെ ഓരോരുത്തർക്കും അവരവരുടെ ബോഡിക്ക് അനുസരിച്ച് ചെയ്യാം. എനിക്ക് ഞാൻ രാവിലെ തന്നെ ഒന്ന് എന്താ പറയാ, ഭക്ഷണം കഴിക്കാൻ തോന്നി, അപ്പൊ കഴിക്കണം. റെഡി. ഇവിടെ രാവിലത്തെ സാത്വിക ഭക്ഷണം റെഡി. ഒരു ആപ്പിൾ പോലത്തെ ഒരു സാധനം ഞാൻ ഒന്നും കൂടെ വാങ്ങി ഒന്നുകൂടെ കാണിച്ചു തരാം. പക്ഷെ നമ്മുടെ നാട്ടിൽ അത് കണ്ടില്ല. ഉണ്ടാവാം, ഒരുപക്ഷെ ഉണ്ടാവാം, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. കുറെ ഫ്രൂട്ട്സ്, വെറൈറ്റി ഫ്രൂട്ട്സുകളുണ്ട് കേട്ടോ ഇവിടെ ഗോവയില്. ഭയങ്കര വില, ഒരു രക്ഷയില്ല. പപ്പായ ഒന്നിന് 40 റുപ്യ. കിലോ ഉണ്ട്. കിലോ എന്ന് പറയുമ്പോ പല റേറ്റ്. 150 ആപ്പിൾ ഉണ്ട്, 250 പല റേറ്റ് ഉണ്ട്. ഒന്നും കൂടെ നോക്കട്ടെ എത്ര ദിവസം ഇവിടെ ഗോവയിൽ തെങ്ങണം എന്നുള്ളത്. അത് നല്ല റേറ്റ്, പച്ചക്കറി ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളും. പക്ഷെ രസമുണ്ട്. ഞാനൊന്ന് ഈ സാത്വിക ഭക്ഷണം കഴിക്കട്ടെ. കഴിച്ചിട്ട് എന്റെ ബോഡി എത്രത്തോളം എനർജറ്റിക് ആയി നിൽക്കും നോക്കട്ടെ. ഇതേറ്റ് വേണം ഉച്ച വരെ പോയി. ഉച്ചക്കത്തെ ഭക്ഷണം, സാത്വിക ഭക്ഷണം ഞാൻ വീണ്ടും ഇട്ടുതരാം. പിന്നെ വൈകുന്നേരത്തെ ഇതൊക്കെ ഇട്ടുതരാം. ബാക്കി ഗോവൻ വീഡിയോസ് ഒക്കെ ഞാൻ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇട്ടുതരുള്ളൂ. വെയിറ്റ് ചെയ്യണം.